നമസ്കാരം. ദീപക് അക്കാഡമിയുടെ ഡീപ് വെൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നാം സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ പല രീതിയിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സാധാരണക്കാരിൽ മെജോറിറ്റി ആൾക്കാരും പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, അവർ കൂടുതൽ പലിശയിൽ ആകർഷകരായിട്ട് സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നു. ഈ സ്ഥാപനങ്ങൾ തകർച്ചയിലേക്ക് പോയാൽ അവർക്ക് പണം നഷ്ടപ്പെടുന്നു. രണ്ട്, അവർ കൂടുതൽ വളർച്ചയുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വളരെ ബൂമിംഗ് ആയിട്ടുള്ള മേഖലകളിലോ ആകർഷകരായിട്ട് പണം നിക്ഷേപിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്നു ഈ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല എങ്കിൽ അവർക്ക് പണം നഷ്ടപ്പെടുന്നു. ഇതുപോലെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. കാരണം അവർ ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം സാമ്പത്തിക നിക്ഷേപത്തിലെ അൺസിസ്റ്റമാറ്റിക് റിസ്കിന് വിധേയമായത് മൂലമാണ്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം നിക്ഷേപിച്ച സ്ഥാപനവും നാം നിക്ഷേപിച്ച പണവും ഒരുപാട് റിസ്ക് ഫാക്ടറികളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിസിനസ് എൻവയറമെൻറ്റിൽ എല്ലാ സ്ഥാപനങ്ങളും ഈ റിസ്ക് ഫാക്ടേഴ്സിലൂടെ കടന്നു പോയിട്ട് വരാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പല സ്ഥാപനങ്ങളും തകർച്ചയിലിട്ട് പോവുകയും നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പണം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ നമുക്ക് നമ്മുടെ പണമെല്ലാം കൂടി ഒരു ലോക്കറിൽ കൊണ്ടുവെക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ലോക്കറിൽ മറ്റെന്തും സേഫ് ആയിരിക്കാം. പക്ഷേ വെറുതെ ഇരിക്കുന്ന പണം അത് എത്ര സേഫായിട്ട് എവിടെ വെച്ച് കഴിഞ്ഞാലും ശരി, അതിൻ്റെ മൂല്യത്തെ അപഹരിക്കുന്ന ഒരു എക്കണോമിക് ഫാക്ടർ ഇവിടെയുണ്ട്. അതിൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മുടെ പണത്തെ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ച് ഈ റിസ്ക് ഫാക്ടേഴ്സിലൂടെയൊക്കെ കടന്നു പോയേ മതിയാകൂ. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു മേഖലയിലോ മാത്രം സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ സ്പെസിഫിക് റിസ്കിനെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാവുന്ന കാര്യം, ഈ റിസ്ക് ഫാക്ടേഴ്സിലൂടെ കടന്നു പോകാൻ കെൽപ്പുള്ള സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരതയുള്ള സ്ഥാപനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചോളം ഒരു പ്രൈമറി ഇൻഡിക്കേറ്ററായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഡെപ്പോസിറ്റ് റേറ്റിനെ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട തിയറിയായിട്ട് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് പ്രകാരം ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ സ്ഥാപനത്തിൻ്റെ വിലയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഷെയർ പ്രൈസിനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും സ്റ്റെബിലിറ്റിയും കൂടുമ്പോൾ ഷെയർ പ്രൈസ് കൂടുന്നു. അപ്പോൾ സാധാരണയായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള സ്ഥാപനങ്ങളുടെ വില ഹൈ ആയിട്ടിരിക്കും. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും സ്റ്റെബിലിറ്റിയും കുറയുമ്പോൾ ഷെയർ പ്രൈസ് കുറയുന്നു. അപ്പോൾ സാധാരണയായിട്ട് സ്റ്റെബിലിറ്റി കുറഞ്ഞ സ്ഥാപനങ്ങളുടെ വില ലോ ആയിരിക്കും. അതായത് ഇവ തമ്മിലൊരു ഡയറക്റ്റ് റിലേഷനാണ് ഉള്ളത്. ഇനി സ്ഥാപനങ്ങളുടെ സ്റ്റെബിലിറ്റി ഇൻട്രസ്റ്റ് റേറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റിസ്ക് ഫ്രീ റേറ്റ്, രണ്ട് റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഏറ്റവും റിസ്ക് കുറഞ്ഞ നിക്ഷേപ മാർഗമായ ആ രാജ്യത്തെ പരമാധികാരമുള്ള ഗവൺമെൻറ് നിക്ഷേപങ്ങൾക്ക് കൊടുക്കുന്ന റേറ്റായിട്ട് സങ്കല്പിക്കപ്പെടുന്നു. റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ നാം നിക്ഷേപിക്കുന്ന സ്ഥാപനത്തെ റിസ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് അവർ തരുന്ന പ്രൈസ് അല്ലെങ്കിൽ റിവാർഡാണ്. സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിസ്ക് പ്രീമിയം കുറയുന്നു. അതിനാൽ സാധാരണയായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരിക്കും. സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി കുറയുമ്പോൾ റിസ്ക് പ്രീമിയം കൂടുന്നു. അതിനാൽ സാധാരണയായിട്ട് സ്റ്റെബിലിറ്റി കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റേറ്റ് ഹൈ ആയിരിക്കും. അതായത് ഇവ തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. അതിനാൽ ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഷെയർ പ്രൈസ് ഒരു പരിധിക്ക് താഴേക്ക് കുറയോ, ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റേറ്റ് ഒരു പരിധിക്ക് മുകളിലേക്ക് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിതിൽ ആകർഷകരാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അല്പം സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കേണ്ടതാണ്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഒരു പക്ഷേ റിസ്കിലായേക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടെത്തുവാനുള്ള മറ്റൊരു വിശ്വസനീയ മാർഗം സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൻ്റെ റാങ്കിങ് അല്ലെങ്കിൽ റേറ്റിങ്ങിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഈ സ്ഥാപനങ്ങളെ വളരെ ആഴത്തിൽ പഠിച്ചതിന് ശേഷം ഇവർക്കൊരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു റേറ്റിംഗോ കൊടുക്കുന്നു. ഈ റേറ്റിംഗിൽ നിന്ന് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിക്കുന്നതായിരിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ റേറ്റിംഗ് ആയിരിക്കും റേറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുക. അതുവഴി ഈ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പണം കടം സ്വീകരിക്കുമ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ചെറിയ പലിശയിൽ അവർക്ക് പണം ലഭ്യമാകുന്നു. അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ചെറിയ റേറ്റിംഗ് ആയിരിക്കും റേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുക. അതുവഴി ഈ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പണം കടം സ്വീകരിക്കുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂടുതൽ പലിശ കൊടുത്താലേ അവർക്ക് പണം ലഭ്യമാകൂ.
സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നോളജും സമയമുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റി അറിയാൻ വളരെ ആഴത്തിൽ റിസർച്ച് നടത്തി ഫണ്ടമെൻ്റൽ അനാലിസിലൂടെ സാധിക്കുന്നതാണ്. അതിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലൂടെയും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിലൂടെയും പല രീതിയിൽ സ്ഥാപനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ധാരണയിലെത്താവുന്നതാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സിലൂടെ വിജയകരമായിട്ട് കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റേബിളായിട്ടുള്ള സുസ്ഥിരതയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ സ്പെസിഫിക് റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന അടുത്ത മാർഗം നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ മുട്ടകളും കൂടി ഒരു കുട്ടയിലിടരുത് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അതായത് ഒരു കുട്ട നശിച്ചാലും നമുക്ക് മറ്റു കുട്ടകളിൽ നിന്നുള്ള മുട്ടകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒരു സ്ഥാപനത്തിലാണ് നിക്ഷേപിച്ചതെങ്കിൽ ആ സ്ഥാപനം തകർച്ചയിലേക്ക് പോയാൽ നമ്മളുടെ 100% പണവും നഷ്ടപ്പെടും. അതേസമയം നമ്മൾ 2 സ്ഥാപനത്തിലാണ് നിക്ഷേപിച്ചതെങ്കിൽ അതിൽ ഒരു സ്ഥാപനം തകർച്ചയിലേക്ക് പോയാൽ നമുക്ക് 50% നഷ്ടപ്പെടുകയുള്ളൂ. നമ്മൾ 5 സ്ഥാപനത്തിലാണ് നിക്ഷേപിച്ചതെങ്കിൽ അതിൽ ഒരു സ്ഥാപനം തകർച്ചയിലേക്ക് പോയാൽ നമുക്ക് 20% നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. നമ്മൾ 10 സ്ഥാപനത്തിലാണ് നിക്ഷേപിച്ചതെങ്കിൽ അതിൽ ഒരു സ്ഥാപനം തകർച്ചയിലേക്ക് പോയാൽ നമുക്ക് 10% നഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ നമ്മൾ കൂടുതൽ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് വഴി നമ്മളുടെ നഷ്ടസാധ്യത വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു. നാം നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് സ്പെസിഫിക് റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം ബിസിനസ്സിൽ പരസ്പര ബന്ധം കുറഞ്ഞ മേഖലകളിലോ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥാപനങ്ങളിലോ നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. പരസ്പര ബന്ധമുള്ള മേഖലകളിലോ സ്ഥാപനങ്ങളിലോ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ മേഖലകളെയും ഒരേപോലെ ബാധിക്കും. അതേസമയം പരസ്പര ബന്ധമില്ലാത്ത മേഖലകളോ സ്ഥാപനങ്ങളോ ആണെങ്കിൽ ഏതെങ്കിലും റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മേഖലയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. മറ്റു മേഖലകളെ നമ്മൾ സേഫ് ആക്കുകയോ അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യുകയോ ചെയ്യാം. അതുവഴി നമുക്ക് വളരെയധികം റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാം. ഒരു ഫാർമ കമ്പനിയിലും ഒരു ഹോസ്പിറ്റൽ കമ്പനിയിലും നാം നിക്ഷേപിക്കുകയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ മരുന്നിൻ്റെ വില നിയന്ത്രണം എന്ന രീതിയിൽ ഒരു റെഗുലേറ്ററി റിസ്ക് വരികയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ 2 സ്ഥാപനങ്ങളെയും ഈ റിസ്ക് ബാധിക്കും. ഒരുപക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പാക്റ്റ് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമ്മൾ ഇവയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലും ഒരു ടൂറിസം മേഖലയിലുള്ള സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻ മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിനോ നിക്ഷേപിച്ചാൽ മരുന്നിൻ്റെ വില നിയന്ത്രണം എന്ന് പറയുന്നത് ടൂറിസം മേഖലയോ അല്ലെങ്കിൽ എൻ്റർടൈൻ മേഖലയോ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമൂലം നിക്ഷേപകനുണ്ടാകുന്ന നഷ്ടം വളരെയധികം കുറയ്ക്കാൻ സാധ്യമാകുന്നു. അതിനാൽ നാം ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു മേഖലയിലോ മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്കിനെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഈ റിസ്ക് ഫാക്ടേഴ്സിലൂടെ കടന്നു പോകാൻ കഴിയുന്ന സുസ്ഥിരമായിട്ടുള്ള സ്ഥാപനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ സാധിക്കും. ഇനിയും റിസ്ക് ഫാക്ടേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് മൂലം നമുക്കുണ്ടാവുന്ന റിസ്ക് വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. ഇനിയും റിസ്ക് ഫാക്ടേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ ബിസിനസ്സിൽ പരസ്പര ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മേഖലകളിലോ ഉൾപ്പെടുത്തുന്ന വഴി സെക്ടർ സ്പെസിഫിക്കോ ഇൻഡസ്ട്രി സ്പെസിഫിക്കോ അല്ലെങ്കിൽ കോറിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇനിയും റിസ്ക് ഫാക്ടേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും എല്ലാ മേഖലകളെയും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന സിസ്റ്റമാറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും. അതിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.